സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം. ഓരോ ഹൃദയങ്ങളിലും നന്മയും സ്നേഹവും സമാധാനവും നിറയ്ക്കാനാവട്ടെ. പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ലോക സമാധാനത്തിൻ്റെയും പ്രകാശം ഇടതടവില്ലാതെ പ്രസരിക്കട്ടെ. KCV ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിച്ച് വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും. ചമ്പക്കുളം പഞ്ചായത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷം. ABC കേന്ദ്രം സ്ഥാപിച്ച് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഭരണഘടന വിഭാവനം ചെയ്ത ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിന് കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് H. സലാം MLA. വിശദമായ വാർത്തകളിലേക്ക്. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ദൈവപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് ലോകം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടന്നു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാട്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സന്ദേശം പങ്കുവയ്ക്കുന്ന പുണ്യദിനത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ലോകമൊന്നാകെ മതഭേദമന്യേ ഈ സുദിനം ആഘോഷിക്കുന്നുവെന്നതാണ് പ്രത്യേകത. ദൈവപുത്രന്റെ തിരുപ്പിറവി ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടന്നു. ക്രിസ്മസ് ആഘോഷവേളയിൽ കിടപ്പ് രോഗികളെ ചേർത്തുപിടിച്ച് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്തു. ചമ്പക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ കിടപ്പ് രോഗികൾക്കും ക്രിസ്മസ് കാലത്ത് കേക്കുകൾ എത്തിച്ചു നൽകാറുണ്ട്. ഇത്തവണയും അതിന് മുടക്കമുണ്ടായില്ല. 160 പാലിയേറ്റീവ് കെയർ രോഗികൾക്കാണ് പഞ്ചായത്ത് ഭരണസമിതി ക്രിസ്മസ് സമ്മാനം വിതരണം ചെയ്യുന്നത്. കേക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. ഒരു ദിവസം നമ്മൾ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പ് രോഗികളുടെ അടുക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അവരുടെ സന്തോഷം, അവരെ കാണാൻ ചെല്ലുന്നുള്ള ആ സന്തോഷം, ഈ ദിവസം തന്നെ ചെല്ലുന്നുള്ള സന്തോഷം എല്ലാമായിട്ട് അവർക്ക് വളരെയേറെ അനുഭവമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ മാസവും പാലിയേറ്റീവ് എല്ലാ മെമ്പർമാരും വാർഡ് മെമ്പർമാരും പാലിയേറ്റീവിൻ്റെ ദിവസം എല്ലാ മാസവും നമ്മൾ പാലിയേറ്റീവ് രോഗികളെ കിടപ്പ് രോഗികളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇത്തരത്തിൽ നമ്മൾ കേക്ക് കൊണ്ടുപോയി ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. നമ്മളുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രദേശത്തുള്ള വ്യാപാരികളുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും ഒരു വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും കേക്ക് കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 160 വീടുകളിൽ ക്രിസ്മസ് സമ്മാനമായി കേക്ക് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. ആ മേഖലയിൽ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ ആശാപ്രവർത്തകർ ആ വീടുകളിൽ ചെന്ന് അവർക്കൊപ്പം അല്പം സമയം ചെലവഴിച്ചുകൊണ്ട് അവരോട് സൗഹൃദ സംഭാഷണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ക്രിസ്മസിൻ്റെ മധുരം നൽകുന്ന ആ ഒരു സന്തോഷം ഇവിടെ കൃത്യമായി മുടക്കം വരാതെ നടത്തി വരികയാണ്. അതിനോട് നമ്മുടെ പ്രദേശത്തെ വ്യാപാരികൾ അതുപോലെ തന്നെ സുമനസ്സുകളുടെ വലിയൊരു സഹായം ഈ കാര്യത്തിൽ വളരെ പഞ്ചായത്തുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മായാദേവി, ഫില്ലമ്മ, ബെന്നി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗായത്രി, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ക്രിസ്മസിനും പതിവ് തെറ്റിയില്ല. പാഴ്വസ്തുക്കളിൽ വിരിഞ്ഞിറങ്ങി ബെന്നി വർഗീസിന്റെ അത്ഭുത പുൽക്കൂട്. കാഴ്ചകളിലേക്ക്. ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ നാളികേര വ്യാപാരിയായ വാഴപ്പള്ളി ഇലഞ്ഞിപ്പറമ്പിൽ ബെന്നി വർഗീസിന്റെ നോട്ടത്തിൽ ഉപയോഗശൂന്യം എന്നൊന്നില്ല. വലിച്ചെറിയുന്നത് എന്തിൽ നിന്നും ബെന്നി അത്ഭുത ലോകം കെട്ടിയുയർത്തും.
ഇത്തവണ 15 അടി നീളത്തിലും 9 അടി വീതിയിലുമുള്ള വലിയ പുൽക്കൂടാണ് പാഴ്വസ്തുക്കളിൽ നിന്ന് പടുത്തുയർത്തിയത്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ചിത്രീകരണങ്ങളും പാറക്കൂട്ടവും പുൽമൈതാനവും അരുവിയും വീട്ടുമുറ്റത്തെ കൂറ്റൻ പുൽക്കൂട്ടിലൊരുക്കി. ഓരോ വർഷവും പുതിയ വെറൈറ്റികളും ബെന്നി പരീക്ഷിക്കാറുണ്ട്. ഇത്തവണ പിസ ഗോപുരമാണ് പുൽക്കൂടിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാളവണ്ടിയും കൈവണ്ടിയും തുടങ്ങി ആധുനികതയ്ക്കായി ട്രാക്ടറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം കാർഡ്ബോർഡും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. മണ്ണിനായി കളർ ചേർത്ത അറക്കപ്പൊടി ഉപയോഗിച്ചു. പഴയ തുണി വെള്ളത്തിൽ മുക്കിയെടുത്ത് വിരിച്ചപ്പോൾ പാറക്കൂട്ടങ്ങളായി. ഇതിനെല്ലാം പുറമെ കന്നുകാലികളും കോഴിയും തവളയും കരയുന്ന ശബ്ദം പശ്ചാത്തലത്തിൽ സ്പീക്കറിലൂടെ കേൾപ്പിക്കും. പുൽക്കൂട് നിർമ്മാണത്തിന് 4 മാസത്തെ അധ്വാനമാണുള്ളത്. അതായത് ഒരു 3-4 മാസം എടുത്താണ് ഞാൻ ഈ വർക്ക് തീർക്കുന്നത്. എൻ്റെ സമയവും എൻ്റെ രാത്രിയിലാണല്ലോ 1 മണി 2 മണി വരെ ഇരുന്ന് ഉറങ്ങാതെ. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരായാലും എനിക്ക് കറക്റ്റ് സമയത്ത് ഇത് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് ആഹാരം വെച്ച് തരുമ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പുണ്ട്. അല്ലാതെ പിള്ളേരും വൈഫും ഇതിനകത്ത് അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യും. ഞാൻ ഇപ്പം ഈ ഞങ്ങളുടെ അൽഫോൻസ കൂട്ടായ്മയാണ്. അപ്പോൾ അൽഫോൻസ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മത്സരിക്കുന്നത്. ഗസ്മനി പള്ളിയിൽ ആണ് മത്സരം. അവിടുത്തെ അച്ഛന്മാർ ഒന്നടങ്കം ഇത് വന്ന് കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൂട്ടായ്മയിലെ പ്രസിഡൻ്റ്, സെക്രട്ടറി, കൂട്ടായ്മയിലെ ഒരേ അംഗങ്ങൾ എനിക്ക് ഒത്തിരി പ്രചോദനം തരുന്നുണ്ട്. പുൽക്കൂട് സന്ദർശിക്കാൻ രാത്രി ആളുകളുടെ തിരക്കാണ്. മധുമൂല ഗത്സമനി പള്ളിയിലെ പുൽക്കൂട് മത്സരത്തിൽ ഇത്തവണയും ബെന്നി പങ്കെടുക്കുന്നുണ്ട്. മുൻപ് ഒട്ടേറെ തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. മക്കളായ സഞ്ജയും സാന്ദ്രയും ഭാര്യ ബിന്ദുവും സഹായത്തിനായി കൂടെ ഉണ്ടായിരുന്നു. ചമ്പക്കുളം പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. AC റോഡിലെ ഫ്ലൈ ഓവറുകൾക്ക് താഴെയും മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തുമെല്ലാം നായ്ക്കൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെയും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരെയും നായ്ക്കൾ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായതോടെ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നു. AC റോഡിലെ മേൽപ്പാലങ്ങൾക്ക് താഴെയും മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും മങ്കൊമ്പ് ജംഗ്ഷനിലും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തുമെല്ലാം നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ്. കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തേക്ക് ഭയത്തോടെയാണ് ആളുകൾ എത്തുന്നത്. ഓഫീസ് പരിസരങ്ങളിൽ സ്ഥിരമായി 1/2 ഡസനിലധികം തെരുവുനായ്ക്കളാണ് വിലസുന്നത്. ABC കേന്ദ്രം സ്ഥാപിച്ച് തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കുന്നതിനും പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ABC ആക്ട് 2023 പ്രകാരം ഈ തെരുവ് നായ്ക്കളെ, അലയുന്ന പട്ടികളെ എല്ലാം പിടിച്ച് ഈ ABC കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വന്ധ്യംകരിക്കാനും പിന്നെ പുറത്തു വിടാനും ഒക്കെ കഴിയുന്ന നിയമങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും പഞ്ചായത്തുകൾ പറയുന്നത് ഇതിനാവശ്യമായ ഫണ്ടില്ല, ABC സെന്റർ ഉണ്ടാക്കാൻ സ്ഥലം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ABC സെന്ററിന്റെ തന്നെ കാഴ്ചപ്പാട് തന്നെ നമ്മുടെ പട്ടികളെ, തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത് ഈ നിയമത്തെ വന്ധ്യംകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നത്. അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനും ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്താനും വിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആറാട്ടുപുഴയിൽ കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച വാർത്ത പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. തെരുവുനായ്ക്കൾ മാത്രമല്ല, ഇടയ്ക്കൊക്കെ വളർത്തുനായ്ക്കളും റോഡിലിറങ്ങി നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ചമ്പക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ വശങ്ങളിൽ മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയെത്തി കടിപിടികൂടുന്ന നായ്ക്കളെക്കൊണ്ട് സഹികെട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ. തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനും വന്ധ്യംകരണത്തിനുമായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും ഏതു വിധേനയും അതിനായി ശ്രമിച്ചില്ലെങ്കിൽ ചമ്പക്കുളം പഞ്ചായത്തിൽ നായ്ക്കളെ പേടിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാതെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കുടുംബശ്രീ ജില്ലാ മിഷൻ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 7ാമത് വാർഷികം HSLM MLA ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്ത ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിന് കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് HSLM പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ഈ പ്രവർത്തനം
അത് നമ്മുടെ സമൂഹത്തിൽ വിജയകരമായി അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് കൂടി ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നൊരു പ്രശ്നത്തെ നല്ലതുപോലെ നമുക്ക് അഡ്രസ് ചെയ്യാനും ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനും കഴിയുന്ന വിജയകരമായ പദ്ധതിയായി സ്നേഹിത മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് കൂടുതൽ സെന്ററുകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താകെ തീരുമാനിക്കപ്പെട്ടത്. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഗാർഹിക പീഡനമാണെങ്കിലും മറ്റു തരത്തിലേക്കുള്ള പ്രയാസങ്ങളാണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണെങ്കിലും എല്ലാം അതെല്ലാം നേരിടാനും തടയാനും രാജ്യത്താകെ നിയമമുണ്ട്. ഇവിടെ ഭരണഘടന നമ്മൾ വായിച്ചു നോക്കിയാൽ ഏത് ആർട്ടിക്കിൾ വായിച്ചു നോക്കിയാൽ അതൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ ജനാധിപത്യം എന്ന വിഷയത്തിൽ ജില്ലയിലെ വിവിധ CDSകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്കിറ്റുകളുടെ മത്സരത്തിൽ തകഴി CDS 1ാം സ്ഥാനം നേടി. ആറാട്ടുപുഴ, ചെറിയനാട് എന്നീ CDSകൾ 2ാം സ്ഥാനവും ചേപ്പാട്, താമരക്കുളം, നൂർനാട് CDSകൾ 3ാം സ്ഥാനവും നേടി. മാന്നാർ CDSൽ നിന്നുള്ള കുടുംബശ്രീ ബാലസഭാംഗം അമൃത മികച്ച പ്രകടനത്തിനുള്ള സമ്മാനത്തിന് അർഹയായി. നയീചേതന ജെൻഡർ ക്യാമ്പയിന്റെ സമാപന പരിപാടികളും രംഗശ്രീ തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടക അവതരണവും നടന്നു. ആലപ്പുഴ കയർ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി ഹാളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത് അധ്യക്ഷനായി. കൗൺസിലർ സിമി ഷാഫി ഖാൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടെസി ബേബി, സ്നേഹിത കൗൺസിലർ ശരണ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ സുനിത മിഥുൻ സ്വാഗതം പറഞ്ഞു. പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ 28-ന് തുടങ്ങും. ഭക്ഷ്യമേളയും കലാപരിപാടികളുമായി 4 ദിവസമായാണ് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുക. നമ്മുടെ ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഉണർവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ആലപ്പുഴയ്ക്ക് പൊതുവെ ഉത്സവ കാലഘട്ടം എന്നുള്ള നിലയിൽ ആ ഉത്സവത്തിൻ്റെ എല്ലാ പ്രൗഢിയും ഗാംഭീര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ബീച്ച് ഫെസ്റ്റിവൽ അത് കലാ സാംസ്കാരിക പരിപാടികൾ 28-ാം തീയതി ആരംഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ആലപ്പുഴ DTPCയും ജില്ലാ ഭരണകൂടവും നഗരസഭയും ചേർന്നാണ് ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പുതുവത്സര ആഘോഷങ്ങൾക്കായി 31-ന് 3 ലക്ഷത്തോളം പേർ ആലപ്പുഴ ബീച്ചിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഭക്ഷ്യമേള, അനുബന്ധ കലാകായിക മത്സരങ്ങൾ, ഗാനമേള, നാടൻപാട്ട്, ഫ്യൂഷൻ ചെണ്ടമേളം, മ്യൂസിക് ബാൻഡ്, മെഗാ ഷോ എന്നിവയുൾപ്പെടെ മികച്ച പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 28-ന് വൈകിട്ട് 6 മണിക്ക് കൃഷിമന്ത്രി P. പ്രസാദ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. 31-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, റീഗോ രാജു, EK ജയൻ എന്നിവർ പങ്കെടുത്തു. ചമ്പക്കുളം പഞ്ചായത്ത് 2ാം വാർഡിൽ പഴയ SNDP യൂണിയൻ ഓഫീസ് മുതൽ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ വരെയുള്ള ആറ്റുതീരം വഴി കാടുകയറി നശിക്കുന്നു. കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തേക്കടക്കം എളുപ്പത്തിൽ എത്തിച്ചേരാൻ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കുട്ടനാട് SNDP യൂണിയന്റെ പഴയ ആസ്ഥാന മന്ദിരം മുതൽ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വരെയുള്ള ആറ്റുതീരം വഴി ഒരു കാലത്ത് 100 കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്നു. മങ്കൊമ്പിൽ നിന്നും കടത്തിറങ്ങി തെക്കേക്കരയിലേക്ക് എത്തുന്നവരും ചമ്പക്കുളം പഞ്ചായത്തിന്റെ 1-2 വാർഡുകളിലുള്ളവരും സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന വഴിയാണിത്. സിവിൽ സ്റ്റേഷൻ പാലം യാഥാർത്ഥ്യമായതോടെ കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം നിലച്ചു. വഴിയും വഴിയിലെ പാലങ്ങളും അപകടാവസ്ഥയിലായതോടെ AC റോഡിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തേണ്ട ഗതികേടിലായി ജനം. വഴിയിലെ പാലങ്ങൾ പുനർനിർമ്മിച്ചെങ്കിലും കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനോ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിനോ അധികാരികൾക്കായിട്ടില്ല. കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തിന് സമീപമുള്ള MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ആറ്റുതീരം വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് നിവേദനം ഒക്കെ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ 2013 കുട്ടനാട് നിയമസേവന അതോറിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും രാമങ്കരി കോടതി വന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ള ഈ വഴി സഞ്ചാരയോഗ്യമാക്കാമെന്ന്. പക്ഷേ ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. 100 കണക്കിന് ആളുകൾ ഇതിൽ സഞ്ചരിക്കുന്നതാണ്. വളരെ ദുരിതമാണ്. ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് എൻ്റെ ആവശ്യം. വഴിയാകെ പുല്ലും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആറ്റുതീരത്തെ കല്ലുകെട്ടിലൂടെ മാത്രമേ നടക്കാനാവൂ. അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ ആറ്റിലേക്ക് വീഴും. ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതിനാൽ എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
മാന്നാർ കുട്ടൻപേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടന്നു. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും വരുമ്പോൾ ഇവിടുത്തെ മാറ്റങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് ഇപ്പുറത്തെ വഴി കൂടിയാണ്. ഞാൻ ചെറിയനാട് വിജയശ്വരി ഗേൾസ് ഹൈസ്കൂളിലാണ് 2 വർഷക്കാലം പഠിച്ചത്. അത് അത്ര ഒരു മുന്നേറ്റമുള്ള ഒരു സ്ഥലമല്ലത്. പിന്നീട് ഞാൻ വർഷങ്ങളോളം ചെഗ്മ കോളേജിൽ പഠിപ്പിക്കാൻ വരുമ്പോഴും തനി ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സ്ഥലം ശ്രദ്ധിക്കപ്പെടുന്നത് ഗാന്ധിഭവൻ ദേവാലയത്തിൻ്റെ പേരിലാണ്. മനസ്സുകൊണ്ട് പലയിടത്തെയും പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പലയിടത്തെയും പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ അശരണർക്കുള്ള ഏറ്റവും വലിയൊരു ദേവാലയമായിട്ട് തന്നെ ഗാന്ധിഭവൻ ദേവാലയത്തെ കാണുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു പ്രയാസകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യത്തെ രക്ഷാകേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇപ്പോൾ ഗാന്ധിഭവൻ ദേവാലയമാണ്. ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പേരൂർ YMCA പ്രസിഡന്റ് മാത്യു ജി മനോജ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ്, ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹൻ, AR വരദരാജൻ നായർ, മുരളീധരക്കുറുപ്പ്, ബിന്ദു കളരികൽ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വട്ടപ്പള്ളി മതിച്ചിപ്പറമ്പിൽ സുബിയുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കൂറ്റൻ പുൽക്കൂട് കൗതുക കാഴ്ചയാണ്. 200 ചതുരശ്രയടിയിൽ തീർത്ത മനോഹരമായ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലായും പാഴ്വസ്തുക്കൾ കൊണ്ടാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിയുള്ള സുബി പണിക്ക് ശേഷം മിച്ചം വരുന്ന വസ്തുക്കൾ ശേഖരിച്ചാണ് പുൽക്കൂട് പൂർത്തിയാക്കിയത്. PVC ബോർഡുകൾ ഉപയോഗിച്ച് മാതാവിൻ്റെ ഭവനം, ജോസഫിൻ്റെ പണിശാല തുടങ്ങിയവ നിർമ്മിച്ചു. വ്യത്യസ്ത നിറത്തിലുള്ള മണ്ണിനായി അലൂമിനിയം പൊടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിസ്തയുടെ തോട് കല്ലുകളാക്കി മാറ്റിയെടുത്തു. ഒട്ടകത്തെ മേയ്ക്കുന്ന സ്ഥലവും ആടിനെ മേയ്ക്കുന്ന സ്ഥലവും തിരുപ്പിറവിയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ബത്ലഹേമിലേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള പലായനവും ചിത്രീകരിച്ചിട്ടുണ്ട്. 15 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് PVCയുടെ, ഇത് UPVCയുടെ ഡോറിൻ്റെ പൊടിയാണ്. ഇത് UPVCയുടെ ഡോറിൻ്റെ പൊടിയാണ്. ഇത് പല PVCയുടെ ഡോറ് കട്ട് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന പൊടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ, ഇത് അലുമിനിയം പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പിസ്തയുടെ തോടാണ് നമ്മൾ ആ വീടിന് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജെറുസലേം നഗരം മൊത്തമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്ന ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഇതിവിടെ ഒന്നും കിട്ടാറില്ല. പിന്നെ ഇപ്പം നമ്മൾ ജോസഫിൻ്റെ പണിശാലയുണ്ട്. ജോസഫിൻ്റെ സ്വപ്നമേ, ജോസഫ് സത്രത്തിൽ സ്ഥലം അന്വേഷിക്കുന്നത്. ഇത് PVC ഡോറിൻ്റെ വേസ്റ്റ് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വീടാണ്. അത് PVC ഡോറാണ്, അത് വെച്ച് വീടുണ്ടാക്കിയിരിക്കുന്നു. ഈ മറിയത്തിൻ്റെ ഭവനം അത് തന്നെയാണ്, ആ ഭവനവും അത് തന്നെയാണ്. മുൻപ് വീടിനു മുൻപിലെ ചെറിയ ഏറുമാടത്തിലും സുബി പുൽക്കൂട് നിർമ്മിച്ചിരുന്നു. ഭാര്യ മെയ്മോളും മക്കളായ തോമസ്, ആൽബിൻ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട്. കേരളത്തിൽ ആദ്യമായി നാഷണൽ സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് കോളേജ്, അസംഷൻ കോളേജ് എന്നിവിടങ്ങളിൽ ഡിസംബർ 26 മുതൽ 29 വരെയാണ് മത്സരങ്ങൾ. കേരള ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 53ാമത് നാഷണൽ സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെ പ്രധാന ടീമുകളെ കൂടാതെ റെയിൽവേ സർവീസസ്, പോലീസ് ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കും. 26-ാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 11 വരെയും വൈകുന്നേരം 3 മുതൽ 9 വരെയുമാണ് മത്സരങ്ങൾ. 700-ൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസും 100 കണക്കിന് കാണികളും ഗ്രൗണ്ടിൽ എത്തിച്ചേരും. ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതൃത്വം മത്സര നടത്തിപ്പിനായി ഡിസംബർ 20 മുതൽ ചങ്ങനാശ്ശേരിയിൽ എത്തിത്തുടങ്ങും. കേരള ടീമിന്റെ പരിശീലനം 21 മുതൽ ചങ്ങനാശ്ശേരിയിൽ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇങ്ങനൊരു ടൂർണമെന്റ് ഇതുവരെ കേരളത്തിൽ ഹാൻഡ്ബോളിൽ നടന്നിട്ടില്ല. 52 പ്രാവശ്യം ഇതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും കേരളത്തിൽ നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അത് കേരളത്തിൽ വരുന്നത്. അത് നമ്മുടെയൊക്കെ ജന്മനാടായ ചങ്ങനാശ്ശേരിയിൽ നടത്താൻ സാധിക്കുന്നത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു.
അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 2 മാസമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ടൂർണമെൻറ്റ് ചങ്ങനാശ്ശേരിയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം 1000-ഓളം ആളുകൾ, 700-ഓളം കായിക താരങ്ങളും 50-ഓളം റഫറിമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ഏഷ്യൻ ഫെഡറേഷൻ്റെ ചെയർമാൻ, ഹാൻഡ്ബോൾ ചെയർമാൻ, ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ നമ്മുടെ ഈ നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അറിയാവുന്ന പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുവല്ല, കോട്ടയം, ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ കോമ്പറ്റീഷനുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 29-ന് ഫൈനൽ മത്സരത്തിന് ശേഷം സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും. KHA ചെയർമാൻ ബിഫി വർഗീസ് പുല്ലുകാട്, ജനറൽ സെക്രട്ടറി SS സുധീർ, ജനറൽ കൺവീനർ ജിജി ഫ്രാൻസിസ് നിറപറ, ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ബെർണാഡ് തോമസ്, മീഡിയ കൺവീനർ മാർട്ടിൻ ജോസഫ്, PRO വിനോദ് പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. KCV മാനേജർ ശാലിനി അനിലേഷിൻ്റെ മാതാവ് തൃക്കുടിത്താനം തണ്ടക്കുളം വീട്ടിൽ രാജമ്മ സദാനന്ദൻ നിര്യാതയായി. 67 വയസ്സായിരുന്നു. കുട്ടനാട് കേബിൾ വിഷൻ ഫ്രാഞ്ചൈസി മങ്കൊമ്പ് തെക്കേക്കര ഫിനിക്സ് കേബിൾ നെറ്റ്വർക്ക് ഉടമ അനിലേഷ് അനിരുദ്ധൻ്റെ ഭാര്യാമാതാവാണ് പരേത. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11:30-ന് കുന്നുംപുറം SNDP ശാഖാ നമ്പർ 59-ലെ ശ്മശാനത്തിൽ നടക്കും. നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ചെന്നിത്തല ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാരെ ആദരിച്ചു. ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ നടക്കുന്ന മാന്നാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പിലെ ഊർജ്ജ സംരക്ഷണം എന്ന ബോധവൽക്കരണ ക്ലാസ്സിനോടനുബന്ധിച്ചായിരുന്നു ആദരിക്കൽ ചടങ്ങ്. രഘുനാഥ്, ഷാജി, മനോജ് കുമാർ എന്നീ ലൈൻമാൻമാരെ സ്കൂൾ മാനേജരും വോളണ്ടിയർ ലീഡർമാരും ചേർന്നാണ് ആദരിച്ചത്. ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു കെ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സെക്രട്ടറി G ഗണേഷ് കുമാർ, കമ്മിറ്റി അംഗം ശശിധരൻ R പിള്ള, റിട്ടയർഡ് AE മോഹനചന്ദ്രൻ, വോളണ്ടിയർ ലീഡർമാരായ ആകാശ്, ആരഭി അജിത്, NSS പ്രോഗ്രാം ഓഫീസർ രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു. ലൈൻമാൻ ഷാജി മറുപടി പ്രസംഗം നടത്തി. വെങ്കലപ്പെരുമയുടെ പേരുകെട്ട മാന്നാറിലെ പണിശാലയിൽ തീർത്ത ഭീമൻ മണികൾ ഇനി നാഗാലാൻഡിൽ മുഴങ്ങും. 1200 കിലോ വീതം ഭാരവും 4 അടി ഉയരവുമുള്ള 2 കൂറ്റൻ മണികളാണ് മാന്നാറിൽ നിർമ്മിച്ച് അടുത്ത ദിവസം നാഗാലാൻഡിലേക്ക് യാത്രയാവുന്നത്. നാഗാലാൻഡ് അസംബ്ലി സ്പീക്കർ ഷെറിംഗെയിൻ ലോങ്കുമാറിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ചർച്ചിലേക്കും മുഖ്യമന്ത്രി നെയ്ഫിയു റിയോയുടെ ഗ്രാമത്തിലെ പള്ളിയിലേക്കുമാണ് മാന്നാറിൽ നിർമ്മിച്ച മണികൾ കൊണ്ടുപോകുന്നത്. പാരമ്പര്യ നിർമ്മാണ രീതിയിൽ 12ഓളം തൊഴിലാളികൾ 6 മാസത്തോളം നടത്തിയ കഠിനാധ്വാനത്തിലാണ് ഈ വെങ്കലമണികൾ പൂർത്തിയായത്. വലിയ കുരിശടയാളം കൂടാതെ നാഗാലാൻഡിലെ ഗോത്രഗ്രാമത്തിന്റെ നാമമായ ഉങ്മ എന്ന് ഇംഗ്ലീഷിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. പള്ളിമണി നിർമ്മാണത്തിൽ പ്രശസ്തരായ മാന്നാറിലെ PRM ലക്ഷ്മണ അയ്യർ അസോസിയേറ്റ്സിലെ 3ാം തലമുറയിലെ സഹോദരങ്ങളായ ലക്ഷ്മി നാരായണ ശർമ്മയും R വെങ്കടാചലവുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ ഒരു പാരമ്പര്യ വ്യവസായമാണ്. ഏതാണ്ട് ഞങ്ങൾക്ക് 100 കൊല്ലത്തോളം പാരമ്പര്യമുണ്ട്. ഈ ബിസിനസ് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതലേ ഉള്ള ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ. ഈ മാന്നാർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. നോൺ ഫെറസ് മെറ്റൽ കാസ്റ്റിങ്സ് ബെൽമെറ്റൽ ടൗൺ എന്നാണ് മാന്നാർ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിലൊരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഏറ്റവും നല്ല പഴക്കമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ 3ാം തലമുറയാണ് ഞങ്ങൾ. ഞാനും അനുജനും കൂടാണ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഏതാണ്ട് 6 അടി പൊക്കമുള്ള 3500 കിലോ തൂക്കം വരുന്ന ഒരു ബെല്ല് 2 എണ്ണം മോഹൻ ബീവറേജ് എന്ന് പറയുന്ന മോഹൻ മേക്കിൻസ് ഡയറക്ടർക്ക് കപിൽ മോഹൻ, ബ്രിഗേഡിയർ കപിൽ മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് 2 എണ്ണം, ഒന്ന് സോളനിലേക്കും ഒന്ന് ഡൽഹി മോഹൻ നഗറിലെ അമ്പലത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി റോഡ് മാർഗമാണ് കൂറ്റൻമണികൾ നാഗാലാൻഡിലെത്തിക്കുന്നത്. പുതുവർഷത്തിൽ നാഗാലാൻഡിലെ പള്ളിയിലെ തിരുനാളിന് വെങ്കലനാടിന്റെ മണികൾ മുഴങ്ങും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.